സി ഐ ഐസക് നമുക്കൊപ്പം ചേരുന്നു, ചരിത്രകാരൻ. സാർ, ഈ ഗണപതി വട്ടം എന്ന പേര് വെറുതെ അങ്ങ് ഉണ്ടായതല്ല, ടിപ്പുവിൻ്റെ അധിനിവേശമാണ് ആ പേര് നഷ്ടപ്പെടുത്തിയത് എന്നതാണ് BJP പറയുന്നത്. ഇതിൻ്റെ ചരിത്ര വസ്തുത എത്രമാത്രമുണ്ട് ഈ വാദത്തിൽ? ഇപ്പം ഈ വാദം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഗണപതി വട്ടത്തിന്റെ മാത്രമല്ല, ഡൽഹി, ബോംബെ, മദ്രാസ്, കോഴിക്കോട്, കണ്ണൂര്, കൊല്ലം, എല്ലാ പേരുകളും അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് മാറി. ഓരോന്നോരോന്നായിട്ട് മാറി. ഇപ്പൊ അവശേഷിക്കുന്ന ഗണപതി വട്ടം മാത്രമേ ഉള്ളൂ. അതത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് അതിന്റെ ഒറിജിനൽ പേരിലേക്ക് പോകുന്നതാണ്. ഇപ്പോഴും ആ ലോക്കൽ ആളുകൾ ഗണപതി വട്ടം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സുൽത്താന്റെ ആയുധപ്പേര എന്ന് പറയുന്നത്, സൈനിക താവളം എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഒരു പേരിടേണ്ടി വന്നു. അതുകൊണ്ടത് പിന്നീട് പേരായി മാറി. അങ്ങനെ മാറാൻ ഒക്കത്തില്ലല്ലോ. എപ്പോഴും ഒരു സ്ഥലത്തിന്റെ പേര് അതിന്റെ പൈതൃകം നിലനിർത്തുന്നതാണ്. ആ പൈതൃകം നിലനിർത്തുന്ന പേര് നിർത്താൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ പുരോഗമന കാലത്ത് ഈ ഒരു പേരുമാറ്റ വിവാദത്തിൽ എന്ത് ഇരിക്കുന്നു? അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റപ്പെടേണ്ടതുണ്ടല്ലോ. ഒരു സ്ഥലനാമം എന്നത് അത് തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പം അതിനപ്പുറത്തേക്ക് എന്തിന് നമ്മൾ പുതിയ കാലത്ത് മറ്റ് വികസന വിഷയങ്ങളും മറ്റ് പ്രശ്നങ്ങളും നിരവധി ഉള്ളപ്പോൾ ഒരു പേരുമാറ്റ വിവാദം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കണം? പിന്നെന്തിനാ ട്രിവാൻഡ്രം മാറ്റി തിരുവനന്തപുരം ആക്കിയത്? നമ്മളറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ന്യൂസ് ചാനലുകാരൊക്കെ വിഷമിക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയാൻ. നമ്മൾ എന്തിനാ മാറ്റിയത്? നമുക്ക് മാറ്റാം, മറ്റുള്ളവർക്ക് മാറ്റാനൊക്കത്തില്ലെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഭരണകക്ഷികൾക്ക് മാറ്റാൻ സാധിക്കും, മറ്റുള്ളവർക്ക് സാധ്യമല്ല. ഇത് ഗണപതി വട്ടം എന്ന് വർഷങ്ങളായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്ന, അവിടുത്തെ ആളുകൾ തന്നെ ആവശ്യപ്പെടുന്ന അവരുടെ പൈതൃക പേരാണ് ഗണപതി വട്ടം. ആ ഗണപതി വട്ടം എന്ന് തന്നെ ആക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പം സുൽത്താൻ ബാത്തിന് കോഴിക്കോട് നമ്മൾ മാറ്റിയിട്ട് ആർക്കും ഒരു പരാതിയില്ല. കാലിക്കട്ട് എന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഒരു പരാതിയില്ല. ഇതിപ്പം രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ടി ഇഷ്യൂ ആക്കുന്നുള്ളേ ഉള്ളൂ. അല്ല, ആരെയാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്? BJP ആണോ? BJP അല്ലല്ലോ മുതലെടുപ്പ് നടത്തുന്നത്. ഒരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ BJP. പേര് മാറ്റണമെന്നൊരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അല്ല, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം ഇത് ഉന്നയിച്ചതിന് പിന്നിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടെങ്കിൽ അത് നടത്തുന്നത് BJP ആവില്ലേ? അല്ല, അത് രാഷ്ട്രീയ മുതലെടുപ്പല്ല. അതിന്റെ പേരിൽ ആരും വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല, കൂടുതൽ വോട്ട് കിട്ടുമെന്നും തോന്നുന്നില്ല. ഒരു യാഥാർത്ഥ്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അധികാരത്തിൽ വന്നാൽ BJP അധികാരത്തിൽ വന്നാൽ തിരുത്തും, യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരം ആക്കി, കോഴിക്കോട് കാലിക്കട്ട് കോഴിക്കോടാക്കി. അപ്പോ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്തിനാ ഈ വർഷങ്ങളായിട്ട് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ട്രിവാൻഡ്രം എന്ന് വന്ന് പറഞ്ഞിരുന്നത്? ഇപ്പോഴും ഇന്റർനാഷണൽ എയർപോർട്ടിനൊക്കെ ട്രിവാൻഡ്രം എന്നാണ്. കൊച്ചിൻ എയർപോർട്ടിന് കൊച്ചിൻ എന്നാ പറയുന്നത്. കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ല. താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ കേരളത്തിന്റെ പൊതു സ്ഥലനാമങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തി കൂടിയാണല്ലോ. താങ്കളുടെ നിരീക്ഷണത്തിൽ കേരളത്തിൽ ഇങ്ങനെ മാറ്റപ്പെടണം എന്ന് തോന്നുന്ന മറ്റു പേരുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതേതൊക്കെയാണ്? ഇത് ഗണപതി വട്ടം മാറേണ്ടതാണ്. ഇപ്പം ഏതാണ്ട് ഏറെക്കുറെ എല്ലാ പേരുകളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കുറെ എല്ലാ പേരുകളും മാറിക്കഴിഞ്ഞു. ഇനി അങ്ങനെ മാറേണ്ട കൊച്ചി മാറി, കോഴിക്കോട് മാറി, കൊടുങ്ങല്ലൂർ മാറി, കണ്ണൂർ മാറി, എല്ലാ പേരുകളും മാറി. ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പേരുകൾ ഉപയോഗിച്ചു തുടങ്ങി. നാട്ടുകാരെല്ലാം കണ്ണൂർ എന്നാ പറയുന്നത്. അത് കണ്ണൂരാക്കി, കണ്ണൂർ മാറ്റി. അപ്പൊ ധാരാളം പേരുകൾ ഇനി അങ്ങനെ പറയത്തക്ക പേരുകളൊന്നുമില്ല. ചില നാട്ടിലെ ചെറിയ പേരുകൾ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ ശ്രദ്ധയിൽ മറ്റു പേരുകളൊന്നും പെട്ടിട്ടില്ല. ഇല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ ടിപ്പു സുൽത്താന്റെ കടന്നുവരവ്, അദ്ദേഹം അധിനിവേശം നടത്തി, അദ്ദേഹം ക്ഷേത്രങ്ങളെ ഇവിടെ നശിപ്പിച്ച വ്യക്തിയാണ്. ഇത് കർണാടകയിലൊക്കെ വലിയ രാഷ്ട്രീയ വിഷയമാണ്. അതിന്റെ ഒരു തുടർച്ച കൂടിയായി കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുക എന്നൊരു അജണ്ട കൂടി ഈ പേരുമാറ്റ വിവാദത്തിന് പിന്നിലില്ലേ? ഇല്ല, കേരളത്തില് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. മലബാർ കലാപം തുടങ്ങുന്നത് തന്നെ ടിപ്പുവിന് ശേഷമാണ്. മലബാർ കലാപം തുടങ്ങുന്നത് 1821 വരെ തുടർച്ചയായിട്ട് 50-55 കലാപങ്ങളാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ എഴുതിയിരിക്കുന്നതാണ്. ഈ കലാപങ്ങളുടെ കാരണം വർഗീയത. അതുവരെ മലബാറിൽ മാപ്പിളമാരും ഹിന്ദുക്കളും ഒന്നും ഒരു വേർതിരിവേ ഉണ്ടായിരുന്നില്ല. അവർക്ക് മുഖ്യ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. ആ വേർതിരിവ് ഉണ്ടാക്കി ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു ഒക്കെ ടിപ്പുവാണ് ചെയ്തത്. ടിപ്പു കാണിച്ച ക്രൂരതയാണ്. ടിപ്പുവിനെ വകവരുത്തിയത് വൈക്കം പത്മനാഭപിള്ളയാണ്. നെടുങ്കോട്ടയെ വെച്ച് കാല് വെട്ടിവിട്ടാണ് അയാളുടെ അവസാനം വരുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. അപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഒരു പൈതൃകമുണ്ട്.
ആ പൈതൃകം നമ്മുടെ വീട്ടുപേരും നമ്മുടെ പേരും ഒക്കെ എന്ന് പറയുന്ന ഒരു പൈതൃകമല്ല. നമ്മുടെ മുത്തച്ഛൻ ഇന്നാരാണെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമുണ്ട്. ശരി. അപ്പൊ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഗണപതി വെട്ടം എന്നുള്ള പേര് അത്യാവശ്യമാണ്. സുൽത്താൻസ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻസ് ബത്തേരിയായി. താങ്കൾ